നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ട് a DFA which accepts a set of all strings over sigma is equal to set A comma B of length 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 നമ്മുടെ ഇൻപുട്സിനെ ഐഡൻറ്റിഫൈ ഇൻപുട്സ്. നമ്മൾ ഇൻപുട്സ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നേക്ക് നമ്മൾ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ സിഗ്മയാണ് നമ്മൾ ഇൻപുട്ടിനെ റിമൈൻഡ് ചെയ്തത്. സിഗ്മ എന്ന് പറയുമ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു A, B. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് കണ്ടുപിടിക്കും. നമുക്കാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഐഡൻറ്റിഫൈ ലാംഗ്വേജ് ഓഫ് ലെങ്ത് 2. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക് ലാംഗ്വേജ് ലെങ്ത് 2 ആണ്. അതായത് നമ്മൾ സിഗ്മ എഴുതി അടുത്ത ലാംഗ്വേജ് എഴുതും. ലാംഗ്വേജ് ഇക്വൽ ടു ലെങ്ത് 2 ആകുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള നമുക്ക് 4 ഇൻപുട്സ് ആണ്. 4 നമുക്ക് ലാംഗ്വേജ് നമുക്ക് 4 തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ 2 ഇൻപുട്സ് ഉണ്ട്, എയും ബിയും. എന്നിട്ടാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എ ബി ബി ഇതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്സ് വെച്ചുള്ള നമുക്ക് ലാംഗ്വേജ്. അതാണ് നമുക്ക് അതിനാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു സ്കെലിറ്റൻ വരയ്ക്കാം. ഓട്ടോമാറ്റിക് സ്കെലിറ്റൻ വരയ്ക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കൺസ്ട്രക്ട് എ സ്കെലിറ്റൻ. നമ്മൾ ഫസ്റ്റ് ആണെങ്കിൽ ഒരു ഇൻപുട്ട് കൊടുത്തു. സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് എടുത്ത് ഫസ്റ്റ് നമ്മൾ എ എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതാണെങ്കിൽ ഒരു സ്റ്റേറ്റിലോട്ട് പോയി, രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് പോയി. അടുത്ത പിന്നെ രണ്ടാമത്തെ എ ഉണ്ട്. രണ്ടാമത്തെ എയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിലോട്ട് പോയി. അതാണ് ഫൈനൽ സ്റ്റേറ്റ്. ഇതെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ DFA ആണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പാർഷ്യലി ഒരു DFA എന്ന് പറയാം. നമുക്ക് അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ നമുക്ക് 2 കേസുണ്ട്, എയും ബിയും. നമുക്കാണെങ്കിൽ അന്നേരം ഫസ്റ്റ് നമ്മൾ എ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ഒരു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മൾ ഇൻപുട്ട് എ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോയി. ബിയിലാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇൻപുട്ട് എ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോയി. പക്ഷെ നമുക്കാണെങ്കിൽ ഇവിടെ എയും ബിയും ഉണ്ട് ഇൻപുട്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ അടുത്തതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഇതിലോട്ടാണെങ്കിൽ ബി ഇൻപുട്ട് കൊടുക്കും. എയിലാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. എ സ്റ്റേറ്റിലാണെങ്കിൽ എയിലാണ് നമ്മൾ എ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട്. അടുത്ത രണ്ടാമത് ബി കൊടുക്കും. ബി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എ ബി കിട്ടും. അടുത്ത നമ്മൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് ഈ കേസാണ് എയും കൊടുത്തു, 2 ഇൻപുട്ട് കൊടുത്തു. ഇനി ബി കൊടുക്കും. നമ്മൾ ബി ആണെങ്കിൽ എയിൽ കൊടുത്തു കഴിഞ്ഞപ്പം ഒരു സ്റ്റേറ്റിൽ പോയി. അടുത്ത ബിയിലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ബിയിലാണെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇൻപുട്ട് അടുത്ത ബി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ടെന്തോ നമ്മളാണെങ്കിൽ ഇപ്പം വരച്ചു കഴിഞ്ഞു. നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്സ് നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിയിലോട്ട് പോകും. ബിയിലാണെങ്കിൽ അടുത്ത ഇൻപുട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിയിലോട്ട് പോകും. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് എ കംപ്ലീറ്റ് ആവും. നമുക്കാണെങ്കിൽ എ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് കൊടുത്ത് വർക്കാവും. നമുക്ക് ബി എന്ന് പറയുന്ന ബി എ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് വർക്കാവും. നമുക്ക് ബി എന്ന് പറയുന്ന സ്റ്റേറ്റും വർക്കാവും. നമുക്കാണെങ്കിൽ എയിൽ ഈ കണ്ടീഷൻസ് എല്ലാം എ കൊടുത്തു കഴിഞ്ഞാൽ എയിലാണെങ്കിൽ ഇൻപുട്ട് കൊടുത്താൽ ബിയിലോട്ട് പോകും. ബിയിൽ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് സിയിലോട്ട് പോകും. പക്ഷേ സിയിലാണെങ്കിൽ നമുക്ക് അടുത്തൊരു കേസ് സപ്പോസ് നമുക്കിവിടെ തന്നേക്കുന്ന ലെങ്ത് 2 ആണ്. സപ്പോസ് ഇപ്പോൾ അതിൽ കൂടുതൽ ഒരു ഇൻപുട്ട് വന്നു, മൂന്നാമതൊരു ഇൻപുട്ട് സപ്പോസ് വന്നെന്ന് വെച്ചോ. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണം. ഫൈനൈറ്റ് ഓട്ടോമാറ്റ് പറയുന്ന
തരുന്ന സ്റ്റേറ്റ്സിനെ നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യുകയും നമുക്കാണെങ്കിൽ വേണ്ടാത്ത സ്റ്റേറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കിപ്പം രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്, നമുക്ക് എയും ബിയും ഉണ്ട്. നമുക്ക് അതിൽ കൂടുതൽ മൂന്നാമതൊരു എ വന്നു കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്യണം. നമുക്ക് തന്നേക്കുന്ന നമുക്ക് ലാംഗ്വേജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. അതായത് നമുക്ക് ആക്ച്വലി രണ്ട് ഇൻപുട്ട് ഉണ്ട്. നമുക്ക് 2 ലെങ്തിലുള്ള നമുക്ക് എ ഉണ്ട്, 2 ലെങ്തിലുള്ള ബി ഉണ്ട്. അതിൽ കൂടുതൽ വന്നാൽ നമുക്കാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളാണെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുത്തു. ആക്ച്വലി നമുക്ക് ഇത് ഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ആക്ച്വലി നമുക്കൊരു ഡെഡ് സ്റ്റേറ്റ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി. സപ്പോസ് നമുക്ക് മൂന്നാമതൊരു എ വന്നു കഴിഞ്ഞാലാണെങ്കിൽ സിയിലാണെങ്കിൽ ഒരു ഇൻപുട്ട് വന്നാൽ നമുക്ക് എയിൽ എ എന്ന് പറഞ്ഞ ഇൻപുട്ട് വന്നപ്പോൾ നമുക്ക് ബിയിൽ പോയി, ബിയിലാണെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് എ എന്ന് പറഞ്ഞ ഇൻപുട്ട് വന്നപ്പോൾ സിയിലോട്ട് പോയി. അതേപോലെ ബിയും സിയും നമുക്ക് ഇതേപോലെ വർക്കാവും, എയുടെ കൂട്ടന്നെ വർക്കാവും. സി സപ്പോസ് നമുക്ക് തന്നേക്കുന്ന ലെങ്ത് അനുസരിച്ച് ലാംഗ്വേജിന്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയി. പക്ഷെ സപ്പോസ് ഇനി സിയിലാണെങ്കിൽ മൂന്നാമതൊരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിജക്റ്റ് ചെയ്യണം. ഇതിലാണെങ്കിൽ എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലാണെങ്കിൽ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോകും, അത് ഡെഡ് സ്റ്റേറ്റ് ആണ്. അതേപോലെ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വന്നാൽ ഡിയിലും ഡെഡ് സ്റ്റേറ്റ് ആണ്. അതേപോലെ ഇനി എത്ര നമ്പർ ഓഫ് ഇൻപുട്സ് വന്നാലും എയുടെ ബിയുടെ ഇൻപുട്സ് സി കഴിഞ്ഞ് വന്നാൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണം. റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ടും, ആ ഡി എന്ന് പറയുന്നതാണെങ്കിൽ ഡെഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഡെഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ DFAയുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഒന്നുകൂടെ പറയാം. നമ്മളാണെങ്കിൽ ആദ്യം ഒരു സ്കെൽറ്റൻ വരയ്ക്കും. സ്കെൽറ്റൻ വരച്ചിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് എ കൊടുക്കുന്നു. എ കൊടുത്തു കഴിയുമ്പം അത് രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് പോകുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഇൻപുട്ട് എ കൊടുക്കുന്നു. എ കൊടുത്തു കഴിയുമ്പം അതാണെങ്കിൽ ആ എയുടെ 2 ലെങ്തും കംപ്ലീറ്റ് ചെയ്തു. അത് അങ്ങനെ ഫൈനൽ സ്റ്റേറ്റിലെത്തി. അടുത്ത ഇതെന്ന് വെച്ചാൽ നമുക്ക് ബി ആണ്. നമ്മളാണെങ്കിൽ ബി എന്ന് പറഞ്ഞ നമുക്ക് എ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെങ്കിൽ നമ്മളൊരു സ്മോളർ ട്രേ കൊടുത്ത് കഴിയുമ്പോൾ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയി. ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയി കഴിയുമ്പോൾ ബിയിൽ നിന്ന് സ്റ്റേറ്റിലെത്തി കഴിയുമ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ അത് സി എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിലെത്തും. നമുക്ക് നമ്മൾ തന്നേക്കുന്ന ലെങ്ത് 2, അതുകൊണ്ടാണ് നമുക്ക് 2 ഇൻപുട്ട് കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ പോയി. ഇനി അടുത്തെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റിൽ പോയി. അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ സി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയി. നമുക്ക് എന്നിട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് എ എന്ന് പറയുന്ന അക്സെപ്റ്റ് ലാംഗ്വേജ് അക്സെപ്റ്റ് ആവും. നമുക്കാണെങ്കിൽ ബി എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിൽ വരും. നമുക്കാണെങ്കിൽ എ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് വരും. ബി എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് വരും. ഇനി സപ്പോസ് നമുക്ക് ഇതിൽ കൂടുതൽ ഇൻപുട്ട് എ ഉണ്ട്, നമുക്ക് 2 ലെങ്തിൽ കൂടുതലായിട്ട് വേറൊരു ഇൻപുട്ട് വന്നാൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യണം. നമ്മൾ ഓട്ടോമാറ്റിക് റിജക്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനൽ ഓട്ടോമാറ്റിക് ആയില്ല. നമ്മൾ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി സപ്പോസ് എ എന്ന് പറയുന്ന മൂന്നാമതൊരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ഡെഡ് സ്റ്റേറ്റ്, ഡി എന്ന് പറയുന്ന ഡെഡ് സ്റ്റേറ്റിലോട്ട് പോയി. അതേപോലെ ബി എന്ന് പറയുന്ന ഇൻപുട്ട് വന്നാലും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണം. ആ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് എത്ര നമ്പർ ഓഫ് എ വന്നാലും എത്ര നമ്പർ ഓഫ് ബി വന്നാലും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണം. ഈ 2ൽ കൂടുതൽ എത്ര ഇൻപുട്സ് വന്നാലും എയുടെയും ബിയുടെയും നമ്പേഴ്സ് വന്നാലും എയുടെയും ബിയുടെയും ഇൻപുട്സ് വന്നാലും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഒരു ലൂപ്പ് ഇട്ടേക്കുന്നത്. അവിടെ എയുടെ എത്ര സ്റ്റേറ്റ് വന്നാലും ബിയുടെ എത്ര സ്റ്റേറ്റ് വന്നാലും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ DFAയുടെ ഫസ്റ്റ് എക്സാമ്പിൾ.